ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. തെന്നല സ്വദേശിയെ ആക്രമിച്ച് 1.9 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ കൊട്ടേഷൻ നൽകിയവരുടെ സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി. കൊട്ടേഷൻ നൽകിയ തിരൂർ BP അങ്ങാടി പോത്തഞ്ചേരി ഷാജഹാൻ, കൂരിയാട് എരിയാടൻ വീട്ടിൽ സാദിഖ് അലി എന്നിവരുടെ തിരൂരിലെയും വേങ്ങരയിലെയും ധനകാര്യ സ്ഥാപനങ്ങളിലാണ് താനൂർ പോലീസ് റെയ്ഡ് നടത്തിയത്. മുഖ്യ സൂത്രധാരൻ ഷാജഹാനും പണം തട്ടിയെടുക്കാൻ ഒത്താശ നൽകിയ സാദിഖ് അലിയും വിദേശത്തേക്ക് കടന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവർക്കുവേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. കാറിൽ വന്ന് ആക്രമണം നടത്തി പണം കവർന്ന കേസിൽ തിരൂരങ്ങാടി TC റോഡ് തടത്തിൽ അബ്ദുൽ കരീം, പരപ്പനങ്ങാടി ഉള്ളണം മംഗലശ്ശേരി രജീഷ്, പരപ്പനങ്ങാടി പന്താരങ്ങാടി വലിയ പീടിയേക്കൽ മുഹമ്മദ് ഫവാസ് എന്നീ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അക്രമി സംഘത്തിലെ ഒരു പ്രതിയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ മംഗലാപുരത്തേക്ക് കടന്നതായി സൂചനയുണ്ട്. താനൂർ DYSP P പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം CI KT ബിജിത്ത്, SI മാരായ NR സുജിത്ത്, K പ്രമോദ്, ASI മാരായ അനിൽകുമാർ, ജിഷ, CPO മാരായ അനിൽ ഫ്രാൻസിസ്, വിജേഷ്, അനീഷ്, M പ്രവീൺ, M ബിജോയ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ടുഡേ താനൂർ. SSLC+2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ.